ഈ ബ്രഷിലിരിക്കുന്ന ഐറ്റമാണ് നമ്മുടെ പല്ലിലെ കറ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി പാല് പോലെ വെളുപ്പിക്കാൻ പോകുന്നത്. വെറ്റയും പുകയിലും അടക്കയൊക്കെ ചേർത്തിട്ട് ചവയ്ക്കുന്ന ആളുകളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ മുറുക്കാൻ ചവയ്ക്കാന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം എന്താണ് പറയുന്നുള്ള കാര്യം. അവരുടെ പല്ലിലൊക്കെ നിറയെ കറയായിരിക്കും. ഈ പറയുന്ന പാക്കിന്റെയും ഈ മുറുക്കാന്റെ ആ ഒരു സാധനത്തിന്റെ എല്ലാം നിറയെ കറ ഉണ്ടാകും. നമ്മുടെ സാധാരണ രീതിയിൽ എത്രയൊക്കെ പല്ല് വെച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു കറ പോകത്തേ ഇല്ല. എന്നാൽ വളരെ നിസ്സാരമായിട്ട് വെറും നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ 7 പ്രാവശ്യം നിങ്ങൾ ഈ കാര്യം ചെയ്താൽ നിങ്ങളുടെ പല്ല് നല്ല തൂവെള്ള കളറിലേക്ക് മാറും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാരങ്ങയും അതുപോലെ കുറച്ച് ഉപ്പുമാണ്. നാരങ്ങ നമ്മുടെ പല്ലിനെ ഭയങ്കരമായ രീതിയിൽ ബാധിക്കും. നമ്മുടെ പല്ലിൽ പുളിപ്പ് ഉണ്ടാക്കുന്നതൊക്കെയാണ്. ശരിയാണ്, ചിലപ്പോൾ നാരങ്ങ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ ഈ ഒരു നാരങ്ങ നമ്മുടെ പല്ലിന് യാതൊരു വിധമായ പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മളൊരു നാരങ്ങ അച്ചാർ കഴിക്കുന്നതിന് അത്ര പോലും എഫക്റ്റ് നമുക്ക് ഈ ഒരു നാരങ്ങ നിന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ചുരണ്ടി ഒന്ന് വൃത്തിയാക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുക്കണം. ഇഞ്ചി ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തുനിന്നൊരു 6 തുള്ളി നാരങ്ങ നീര് മാത്രം മതി. നമുക്ക് ടീസ്പൂണിനകത്ത് കൊള്ളുന്നതിന്റെ 4/1 ഉപ്പ് മാത്രം ഇതുകൂടെ ചേർത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് പുറത്തുനിന്നുള്ള യാതൊരു വിധമായ വെള്ളവും ചേർക്കാൻ പാടില്ല. അതായത് 7 ദിവസം അടുപ്പിച്ചല്ല ചെയ്യേണ്ടത്. നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 വട്ടം ചെയ്തിട്ട് 7 പ്രാവശ്യമായിട്ട് ഒരു 3 ആഴ്ച കൊണ്ട് നിങ്ങൾ തീർത്താൽ മതി കേട്ടോ. ഈ ഒരു ബ്രഷിനകത്തേക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് മാത്രം ഈ ഇഞ്ചി നമ്മുടെ മിശ്രിതം എടുത്ത് നമുക്ക് ഈ ഒരു പേസ്റ്റ് ഈ ബ്രഷിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കമ്പനിയൊന്നുമില്ല, ഏത് പേസ്റ്റ് ആണെങ്കിലും ശരി ആ ഒരു പേസ്റ്റും കൂടെ നമുക്ക് വളരെ കുറച്ച് മാത്രം എടുത്ത് ഈ ഒരു ഇഞ്ചിയുടെ മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുകളിലേക്ക് വേണം എപ്പോഴും പല്ല് തേക്കാൻ. ഈ ഒരു ബ്രഷ് കയറുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് എല്ലാവരും ഈ സൈഡിലേക്ക് തേക്കുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ മുകളിൽ നിന്ന് താപ്പോട്ടും താഴെ നിന്ന് മുകളിലേക്ക് വേണം പല്ല് തേക്കാൻ.